ശ്രീ കെ ജി സൈമൺ, ഇപ്പോൾ അഭിലാഷ് ഡേവിഡിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മണൽ മാഫിയ ബന്ധം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്നിലധികം ആരോപണങ്ങൾ ഉയർന്ന അതിന്മേൽ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ടാവുക. സസ്പെൻഷൻ, അതിനുശേഷം പിരിച്ചുവിടൽ, ഇത് രണ്ടും കഴിഞ്ഞ ശേഷം ഒരാൾ തിരികെ എത്തുന്നത് അസ്വാഭാവികതയില്ലേ അതിൽ? അങ്ങ് പറഞ്ഞതുപോലെ പലരും അച്ചടക്ക നടപടി നേരിട്ട് പിരിച്ചുവിടപ്പെട്ട് അപ്പീൽ നൽകി തിരിച്ചു കയറാറുണ്ട്. അങ്ങനെ തിരിച്ചു കയറുന്നതിൽ ഒരു മാനദണ്ഡം ഉണ്ടാകുമല്ലോ. ഈ 3 കേസുകളിലും നിരപരാധിത്വം തെളിയിച്ചിട്ടാണ് തിരികെ കയറുന്നതെന്ന് കരുതാനാകുമോ? അങ്ങനെയെങ്കിൽ പിരിച്ചുവിടപ്പെടുന്നതിന് മുമ്പ് ആ ഘട്ടങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവില്ലേ? ഇത് 2 തരത്തിൽ. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ആൻസർ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് പിന്നെ വേറെ ആൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാറുന്നത്, ഈ ഇപ്പം പിരിച്ചു വിട്ടു എന്നുള്ളൊരു ഉത്തരവ് ആരും കണ്ടിട്ടില്ല ഇതിനായിട്ടും. പക്ഷെ അന്നത്തെ എല്ലാ പത്രങ്ങളിലും വാർത്തയായിട്ടുണ്ട് ശ്രീ കെ ജി സൈമൺ. ആ ഉത്തരവ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് കിട്ടുന്നില്ല. പക്ഷെ അന്നത്തെ മുഴുവൻ പത്രങ്ങളിലും വാർത്തയുണ്ട്. അങ്ങ് എങ്ങനെ ചിരിക്കുന്നത്? 3 പോലീസുകാരെ പിരിച്ചുവിട്ടെന്നാണ് അങ്ങ് പറയുന്ന. അഭിലാഷ് ഡേവിഡിനെ മാത്രമല്ല വസീഫ്. ആ ചിരി കയ്യിൽ വെച്ചാൽ മതി. ചിരിക്കാനും പറ്റില്ലേ? പ്രയാസപ്പെടുന്നത് അങ്ങെന്തിനാണ് അഭിലാഷ് ഡേവിഡിന് വേണ്ടി ഇത്ര പ്രയാസപ്പെടുന്നത്? അങ്ങേക്ക് എന്താണ് ബന്ധം? അങ്ങയുടെ വേദന എന്താണ്? അഭിലാഷിനെ പിരിച്ചുവിടുക, ജയിലിൽ അടച്ചോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞാൻ എന്തിനാ അതിൽ പ്രയാസപ്പെടുന്നത്? ഞാനിപ്പോ ചിരിയുടെ അർത്ഥം എന്താണ്? അങ്ങയുടെ ചിരിയുടെ അർത്ഥം എന്താണ്? ഷാഫി പറഞ്ഞൊരു വാദം ഇവിടെ പൊളിഞ്ഞു. അല്ലല്ല, പത്രവാർത്തയിലെ വാദമാണ് ഞാൻ ഉന്നയിച്ചത്. ഞാൻ 2023 ജാനുവരി 20 പത്രവാർത്തയാണ് വായിച്ചത്. അങ്ങനെയൊക്കെ വരാം. ശ്രീ കെ ജി സൈമൺ, അദ്ദേഹം ചർച്ചയിൽ ബഹളത്തിനില്ലാത്ത ആളാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. ശ്രീ കെ ജി സൈമൺ അങ്ങ് പൂർത്തിയാക്കും. ശ്രീ കെ ജി സൈമൺ അങ്ങ് പൂർത്തിയാക്കും. ഞാൻ പറയാം. ഇതിന്റെ അകത്ത് ഒരാൾ ഗസറ്റർ ഓഫീസറാണ്. ഒരാൾ ഗസറ്റർ ഓഫീസറാണ്, 2 പേര് ഗസറ്റർ ഓഫീസർ അല്ല. മനസ്സിലായി? അപ്പം 3 കൂടെ ഒരുമിച്ച് പിരിച്ചുവിടുന്ന് പറയുമ്പോൾ ലോജിക്കായിട്ട് അത്ര ശരിയാന്ന് സാധ്യമില്ല. പെട്ടെന്ന് തന്നെ പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ. പക്ഷേ ഇതിൻ്റെ അകത്ത് ന്യൂസ് എങ്ങനെ വന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ട് രണ്ടാമത് പോസ്റ്റ് ചെയ്യുന്നു? ഇപ്പം ലോക്കൽ പോലീസ് അല്ല എന്ന് പറഞ്ഞത് മനഃപൂർവ്വം തന്നെ, യൂണിഫോം ഇട്ട പോലീസാണെന്ന് പറഞ്ഞത് മനഃപൂർവ്വം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം കൺട്രോൾ റൂമിലൊക്കെ ഞങ്ങളൊക്കെ ധാരാളം SHO പല SP ഇരുന്ന മനുഷ്യനാണ്. ആദ്യത്തെ ഗവൺമെൻറ് കാലത്തൊക്കെ ഞാനൊക്കെ 5 വർഷവും ആദ്യത്തെ ഗവൺമെൻറ് കാലത്ത് SP ഇരുന്ന ആളാണ്. നമുക്കറിയാം കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ഒരു ഓഫീസർ എന്ന് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെയാണ് നമ്മൾ പല കാര്യത്തിലും പറഞ്ഞയക്കുന്നത്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ വന്നാലും ചിലപ്പോൾ അഡീഷണൽ നമ്മൾ പറഞ്ഞേക്കുക അദ്ദേഹത്തെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഈ പിരിച്ചുവിട്ട ആൾക്കാർ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ഈ കുറച്ച് സബോർഡിനേറ്റ് ഓഫീസറിന് കുറച്ചുകൂടി എളുപ്പമാണ്. ഈ ഗസറ്റർ ഓഫീസറാകുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളത് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കറക്റ്ററായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെ ഒരു കാരണവശാലും ലോക്കൽ പോലീസിലോ അല്ലെങ്കിൽ അതുപോലുള്ള പോലീസിലോ എടുക്കത്തില്ലായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അസ്വാഭാവിക നടപടിയാണ് അല്ലേ ശ്രീ കെ ജി സൈമൺ? തീർച്ചയായിട്ടും അസ്വാഭാവിക നടപടി. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ബൈജു പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ബൈജു പറഞ്ഞ കാര്യത്തിൽ ബൈജു അങ്ങനെ ഒരു വെറുതെ ലൂസ് സ്റ്റോക്ക് നടത്തിയെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയില്ല. അവിടുത്തെ SP ബൈജു ഒരിക്കലും ലൂസ് സ്റ്റോക്ക് നടത്തിയെന്ന് പറയത്തില്ല. ആരോ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്, പോലീസുകാർ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. ആ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അടിച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും അല്ലല്ല, അത് ഞാൻ പറയട്ടെ. അതായത് ഇങ്ങനെ ബൈജു പറയണം എന്നുണ്ടെങ്കിൽ ബൈജു അങ്ങനെ പ്രത്യേകിച്ച് ബൈജു പെട്ടെന്ന് പറയുകയല്ല. അത് ബൈജു അറിഞ്ഞിട്ട് തന്നെ പറയുന്നതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടാവും, എല്ലാം അറിഞ്ഞിട്ട് തന്നെ പറയുന്നതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു വരുന്നത്, ഒരു MP തല്ല് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അടി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. കാരണം ഒരു MP MLA ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ആശ്വാസമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവരുണ്ടെങ്കിൽ. കാരണം നമ്മൾ പറയും, സാറേ അതൊന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയെന്നൊക്കെ പറയും. ഇവിടെ MP പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാദ്യം അടിച്ചു, രണ്ടാമത് തലക്കൊട്ടടിച്ചു, പിന്നെ അടിച്ചപ്പോൾ മറ്റൊരു പോലീസുകാർക്ക് തടഞ്ഞെന്നാണ് പറയുന്നത്. മറ്റൊരു പോലീസുകാർ കയറി തടഞ്ഞു. കാരണം അതൊരു കൂട്ടായിട്ടുള്ള ആക്രമണമല്ല അത്. അപ്പോൾ 3ാമത് അടിക്ക് കയറി തടഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ പോലീസുകാർ തല്ലുമ്പോൾ വീണവർക്ക് അടിക്കാൻ പാടുള്ളെന്ന് പറയും, പക്ഷെ അടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, എല്ലാം പറയാറുണ്ട്. ഒരാളെ ഫോളോ ചെയ്ത് തല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതൊരിക്കലും ചിലപ്പോൾ പോലീസുകാരും തന്നെ ചെയ്ത കാര്യമായിരിക്കും. പക്ഷെ അന്വേഷിക്കണം.
ശരി, ആ പോലീസുകാരന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടെ താല്പര്യമാണ് MP അറിയേണ്ടത്. എന്നല്ല, ML എന്നല്ല. അതിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതാണ് ആദ്യമായി വേണ്ടത്. MP-യുടെ മൊഴിയെടുക്കലാണ്. അതിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.